ശ്രീജിത്തിന്റെ പേരിൽ. എൻ്റെ പേര് സാറാമ്മ ബിജു. ഇവര് നിരന്തരം പ്രശ്നം ഉണ്ടാക്കും. ഇന്നിപ്പം ഭയങ്കര വിഷയത്തെ നിൽക്കുക. അവർ വെട്ടുമെന്നും പറഞ്ഞാണ് അവർ ഇരിക്കുന്നത്. അവരമ്മയും മനുമോനെ ഇപ്പം ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഹൈക്കോടതിയിൽ നിന്ന് FIR ഇടാൻ വേണ്ടിയിട്ട് 2021 പേപ്പർ തന്നത്. കീഴായ്പൂർ കൊണ്ട് കൊടുത്തിട്ട് ഇതുവരെ FIR ഇട്ടിട്ടില്ല, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. കീഴായ്പൂർ പരാതി കൊടുത്താണ് പല പ്രാവശ്യം. അതായത് 2015 മുതൽ ഞാൻ തിരുവല്ല തൊട്ട് ഈ കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്താണ്. ഇവൻ റോഡിലിട്ട് ലോകത്ത് മുഴുവൻ സാറേ, പത്തനംതിട്ട SP ഓഫീസ് തൊട്ട് ഇവിടുന്ന് നടപടി ഞങ്ങൾക്ക് നിയമം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ എല്ലായിടത്തും കൊടുത്തത്. നന്ദകുമാർ സാറല്ലേ? സാറ് ഉണ്ടായിരുന്നപ്പെട്ട സാറ് ഞാൻ അവിടെ പരാതി കൊണ്ട് തന്നെ. അതല്ല സാറിന് ഞാൻ അവിടെ പരാതി കൊണ്ട് അന്നേരം സാറ് പത്തനംതിട്ട മീറ്റിങ്ങിന് പോയിരിക്കാൻ. പിന്നെ സാറ് അന്നേരം അവിടെ ഇരുന്ന് സാറ് പിന്നെ പരാതി എടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ സാറ് കാരണം ഇന്നിപ്പം പ്രീജിത്തിനെ വിളിച്ചോണ്ട് പ്രീജിത്ത് തിരുവല്ല കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വിട്ടിരിക്കുക. ഇതുവരെ കോടതി ഹാജരായിട്ടില്ല. അറസ്റ്റ് വാറണ്ട് വിട്ടിരിക്കും. ഇപ്പം മോനെ വിളിച്ച് വരുത്തി ഇന്ന് രാത്രി സംഘർഷത്തിനുള്ള പരിപാടിയാണ്. കീഴായ്പൂർ എത്ര കേസ് കൊണ്ട് ഞങ്ങൾ തുരുത്തിക്കാട് UP സ്കൂൾ കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ 4-ാമത്തേതാണ് ഞങ്ങളുടെ വീട്, എൻ്റെ വീട്. പ്രീജിത്ത് തിരുവല്ല കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചാണ് ഈ ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ വേശി, കീഴ്വായ്പൂര് പോലീസുകാരുടെ വേശി. ഈ കാണുന്നത് ഈ മുതലാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കാണപ്പെടുന്ന വേശി. തുപ്പിയച്ച് പോകുന്ന കരവേശി, കണ്ടവനുണ്ടാക്കിയ മക്കളുള്ള വേശി. അറിയോ? നീ അറിയടി, കയറി. നീ കരവേശിയാണ് ഈ കാണുന്ന നാശമെല്ലാം ഉണ്ടാക്കിയ വേശി. പ്രത്യേകം ഓട്ടോയും വരും. നാട്ടിലെ ചെറുതെറ്റ ആണുങ്ങളെ കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന വേശി. ഓട്ടോ വന്ന് കാവൽ കിടക്കുന്ന നല്ല തഴക്കമുള്ള വേശി ഉണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ വേശി. ഇവക്ക് ഗിന്നസ് ബുക്കിൽ പേര് കൊടുക്കണം. 10-15 കുടുംബങ്ങൾ തകർത്ത വേശിയാണ്. അവൾക്ക് ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. കൊല്ലപ്പിള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ചേട്ടനായ പ്രകാശ് KK വെച്ചിരുന്ന് 8 വർഷം കോളേജിൽ പഠിക്കുന്ന സമയം വരെ വെച്ചിരുന്ന് വ്യഭിചാരം പഠിപ്പിച്ച ടീമാണ്. കൊച്ചുപറമ്പിൽ ബാബുവിൻ്റെ മോനെ 13ാമത്തെ വയസ്സ് തൊട്ട് വ്യഭിചാരം പഠിപ്പിച്ച് അവനെ ഷണ്ണനാക്കി പിള്ളേർ പോലും ഉണ്ടാകാതെ ശിഖണ്ഡിയാക്കി മാറ്റിയ ടീമാണ്. പിന്നെ തുരുത്തിലെ രാജീവ് എന്ന് പറയുന്നവനെ ഇങ്ങനെ നിരവധി ആൾക്കാർ ഉണ്ട്. തുരുത്തിക്കാട്ടിൽ ഷണ്ണന്മാരായിട്ട് നടക്കുന്ന, ശിഖണ്ഡിയായിട്ട് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ടീമുകളൊക്കെ ഇഷ്ടം പോലുണ്ട്. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആൾക്കാർ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് വേശി. ഇവൾ കുടുംബം നശിപ്പിച്ച വീടുകൾ പറഞ്ഞാൽ നിരവധിയാണ്. പാണ്ടികൾ വരെ ചത്തിട്ടുണ്ട്. ഒരു പാണ്ടിയാണെങ്കിൽ പ്രീജിത്തിനെ ഉണ്ടാക്കിയ പാണ്ടിയാണെങ്കിൽ വട്ടുപിടിച്ച് റബ്ബർ വെട്ടാൻ വന്നവൻ വട്ടുപിടിച്ച് എങ്ങാണ്ട് നടപ്പുണ്ട്. മണിപ്പാണ്ടി എന്നാണ് അവൻ്റെ പേര്. അവനെ ആ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ പ്രീജിത്തിനെ പാണ്ടി മണി എന്ന് വിളിക്കുന്നത്. വെട്ടുമണി എന്നാണ് അവനെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് വിളിക്കുന്നത്. ആ തന്തയില്ലാത്തവനെ പോലെ തന്നെ ഈ വേശിപ്രസന്നെ എടുത്ത് തൊട്ടു മേളിൽ മധു എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്തവനോട് വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ താമസിക്കുന്ന ഇത്ര കോലാഹലമായത്.